തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് പ്രഖ്യാപിച്ച സമരം ഇന്നു മുതലാണ്. തിയേറ്ററിൽ ഇന്നു മുതൽ മലയാള സിനിമകൾ റിലീസ് ചെയ്യില്ല എന്നാണ് അറിയുന്നത്. OTT കരാർ ലംഘനം അടക്കം അവർ സമരത്തിന് കാരണമായി ഉന്നയിച്ചിട്ടുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. പറയൂ, തിയേറ്ററുകൾ അടച്ചിടുന്നുണ്ടോ അതോ മലയാള പടങ്ങൾക്ക് മാത്രമാണോ പ്രതിഷേധം? സംസ്ഥാനത്ത് ഫിയോക്കിന് കീഴിൽ വരുന്ന തിയേറ്ററുകൾ ഇന്നു മുതൽ മലയാളം പറയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ തിയേറ്റർ ഉടമകൾ തിയേറ്റർ ഉടമകളുടെ സംഘടന കുറെ നാളായി പറയുന്ന കാര്യമാണ്. ഈ OTT പ്ലാറ്റ്ഫോം തെരഞ്ഞെടുക്കുന്ന ഒരു പ്രവണത കൂടി വരുന്നു. ഈ തിയേറ്ററിലേക്ക് സിനിമ വന്നാൽ പോലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, അതായത് ഒരാഴ്ചയൊക്കെ എടുത്ത് മാത്രമേ ഈ OTTയിലേക്ക് ഈ സിനിമകൾ പോകുന്ന സാഹചര്യമുണ്ട്. ഇത് തങ്ങൾക്ക് വലിയ ദോഷമായി ബാധിക്കുന്നു എന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. അത് പല തവണ ഇവരുമായി ചർച്ച നടന്നു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ പരിഹാരമുണ്ടായില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നു മുതൽ തിയേറ്ററുകളിൽ മലയാളം സിനിമ പ്രദർശിപ്പിക്കേണ്ട എന്ന് ഫിയോക്ക് തീരുമാനിച്ചിരിക്കുന്നത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സിനിമകൾ റിലീസ് ചെയ്ത് അതിവേഗം OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ ബുധനാഴ്ചയ്ക്കുള്ളിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് അന്ത്യശാസനം നൽകിയിരുന്നു. ഇന്നലെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇന്നു മുതൽ സമരമുണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് സമരം തുടങ്ങുകയാണ്. സിനിമാ സംഘടനകൾ അംഗീകരിച്ച എഗ്രിമെന്റിലുള്ള ഏകപക്ഷീയമായ വ്യവസ്ഥകൾ പിൻവലിക്കണമെന്നും തിയേറ്ററിൽ റിലീസ് ചെയ്ത് 42 ദിവസം കഴിഞ്ഞ് OTTയിൽ ഓടാൻ പാടുള്ളൂ എന്ന് തുടങ്ങിയതാണ് ഇവരുടെ ആവശ്യങ്ങൾ. പക്ഷെ ഒന്നും അംഗീകരിക്കപ്പെട്ടില്ല. ഫിയോക്ക് അങ്ങനെ സമരത്തിലേക്ക് പോകുന്നു. മലയാളം സിനിമ കാണണമെങ്കിൽ തൽക്കാലം ഇനിയിപ്പോൾ തിയേറ്ററിലേക്ക് പോകണ്ട, ഇന്നു മുതൽ ഓടിക്കില്ല എന്നാണ് അവരുടെ തീരുമാനം.